ദൈവത്തിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ ചുമതലയിൽ നടന്നു വരുന്ന ബൈബിൾ സ്കൂളിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വിവിധ വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്നലെയും ഇന്നുമായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം പഠിക്കുവാനായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഇന്ന് തുടർന്നുള്ള ഭാഗങ്ങളുടെ ചിന്തിച്ച് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. നാം ഇന്നലെ പഠിച്ച കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. ഈ ലേഖനത്തെ പ്രത്യാശയുടെ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. ജീവനുള്ള പ്രത്യാശ, അതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു ആത്മാവ് എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് നാം ചിന്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായിരുന്ന പത്രോസാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. പത്രോസിനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ വായനക്കാരായിട്ടുള്ളവർ പന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന വൃദ്ധന്മാരായവർക്ക് ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് ഇതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മധ്യധരണി കടലിൻ്റെ ചുറ്റുപാടുമായി ഇന്നത്തെ തുർക്കിയുടെ സമീപത്തൊക്കെയായി കഴിയുന്ന കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ബന്ധോസും ഗലാത്തിയും കപ്പദോക്യയും ഒക്കെ. AD 65 കൂടിയാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ റോമാക്കാരിൽ നിന്നും വളരെയധികം പീഡകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് പീഡകളുടെ നടുവിൽ ചിതറിപ്പോയി. അവർ പോയ സ്ഥാനങ്ങളിൽ വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ കഷ്ടതയിൽ ധൈര്യപ്പെടുവാനും പ്രത്യാശ വയ്ക്കുവാനും അവരെ പ്രബോധിപ്പിച്ചെഴുതുന്ന ഒരു ലേഖനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലേഖനം റോമിൽ വെച്ച് എഴുതി എന്നാണ് എല്ലാ വേദപഠിതാക്കളും അവകാശപ്പെടുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ 5-ാം അധ്യായത്തിൽ ബാബിലോണിലെ സഭയും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബിലോണിൽ നിന്ന് എഴുതി എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ വാസ്തവത്തിൽ ഈ ബാബിലോൺ എന്നുള്ളത് ഒരു രൂപക അലങ്കാരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ തിന്മയുടെയും എല്ലാ അഭക്തിയുടെയും കേന്ദ്രമായിരുന്നു ഈ റോം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ മഹദിയാം ബാബിലോൺ എന്ന് കാണുന്നുണ്ട്. അവിടെ പറഞ്ഞ മ്ലേച്ഛതകളുടെ മാതാവ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ റോമിനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ബാബിലോൺ എന്ന് പറയുന്നത് എന്നാണ് എല്ലാവരുടെയും വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. ഇതിൻ്റെ ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം കഷ്ടമനുഭവിക്കുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തുക, അതുപോലെ വേർപാടും വിശുദ്ധിയും ഇല്ലാത്തവരായി തീരാതെ ശരിയായ ഉപദേശങ്ങളിൽ സ്ഥിരമായി നിന്നുകൊണ്ട് പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൽ പ്രധാനമായിട്ട് ഏകദേശം 10-16 ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് കഷ്ടത എന്നുള്ളത്. അതുകൊണ്ട് ഈ വാക്യത്തെ ഇതിൻ്റെ താക്കോൽ വാക്ക് എന്ന അർത്ഥത്തിൽ വേദപഠിതാക്കൾ ചിന്തിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ പ്രത്യേകതകൾ നാം ശ്രദ്ധിക്കുമ്പോൾ കഷ്ടത ദൈവഹിതത്തിൽപ്പെട്ട കാര്യമാണ്. കഷ്ടത അനുഭവിച്ച ക്രിസ്തുവിൻ്റെ മാതൃക നാം പിന്തുടരണം. കഷ്ടതയിൽ വിശ്വാസികൾ ഭയപ്പെട്ടു പോകരുത്. നീതി നിമിത്തവും നന്മ ചെയ്തിട്ടും കഷ്ടം അനുഭവിക്കണം. കഷ്ടത സന്തോഷത്തോടു കൂടി അനുഭവിക്കണം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. കഷ്ടത മറ്റുള്ളവരും അനുഭവിക്കുന്നു എന്ന് നാം അറിയണം. കഷ്ടതയ്ക്ക് ഒരു ഫലമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടതയിൽ പ്രത്യാശ വെച്ച് ധൈര്യത്തോടെ മുന്നേറുവാനായിട്ടുള്ള ഒരു പ്രബോധനമാണ്, ഒരു ആശ്വാസത്തിൻ്റെയും ധൈര്യപ്പെടുത്തലിൻ്റെയും
ഉപദേശമാണ് നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ക്രിസ്തുശാസ്ത്രപരമായി ചില കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ ഉദ്ദേശം 1:20 നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ പാപരഹിത അവസ്ഥ 1:19 കാണുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടതയും മരണവും 2:24 കാണുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലുള്ള ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതിനെ കുറിച്ച് വായിക്കുന്നു. വീണ്ടും കർത്താവ് മടങ്ങി വരും എന്ന് വായിക്കും. ഉദാഹരണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം നാം ചിന്തിക്കുമ്പോൾ ഈ നിലകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ ലേഖനത്തിലെ ഒരു സംഗ്രഹമായിട്ട് എന്താണ് ഇതിനകത്ത് വിഷയം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2:10 വരെയുള്ള വാക്യങ്ങളിൽ രക്ഷയുടെ അവകാശങ്ങളും ഉത്തരവാദിത്വവും എന്നുള്ള വിഷയമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 3:7 വരെയുള്ള വാക്യങ്ങളിൽ വിധേയത്വം, നാം വിശ്വാസികൾ എവിടെയൊക്കെ കീഴ്പ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കണം, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസികളുടെ ധർമ്മം എന്താണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 5:14 വരെയുള്ള വാക്യങ്ങളിൽ നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നതിൽ മുഖാന്തരമുള്ള അനുഗ്രഹം, ദൈവത്തിനായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, കഷ്ടതയിൽ ആശ്വാസം, അതുപോലെ മൂപ്പന്മാർക്കും ഇളയവർക്കുമുള്ള പ്രബോധനങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയങ്ങൾ. കഴിഞ്ഞ ദിവസം നാം 3-ാം അധ്യായത്തിൻ്റെ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് 13 മുതലുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ വിശ്വാസിയും കഷ്ടതയും എന്നുള്ള വിഷയമാണ് ഈ 3:13 മുതലുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്വർഗീയ പൗരൻ എന്ന നിലയിൽ നാം അനുഭവിക്കേണ്ടുന്ന കഷ്ടത. ഇന്ന് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുകയാണ്. നാം ഈ ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്താൽ മുൻനിയമിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അതുപോലെ ദൈവത്തിന്റെ ദൂതന്മാരാൽ നാം കാവൽ ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക ജനമായിട്ട് നാം ആദ്യം കണ്ടതുപോലെ ദൈവത്തിന് വൃതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ നിലയിൽ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും സ്വർഗീയ പൗരന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഈ സ്വർഗീയ പൗരൻ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന കഷ്ടത അത് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 14-ാം വാക്യം 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഒരു ക്രിസ്തീയ പൗരൻ എന്നുള്ള നിലയിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രതിസന്ധികളിലൂടെയും കഷ്ടതയിലൂടെയും ഒക്കെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നാം അറിയേണ്ടുന്ന ഒരു കാര്യം നാം ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. ഇവിടെ നാം വായിച്ച ഭാഗത്ത് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭീഷണത്തിങ്കൽ
ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. റോമൻ ഭരണാധികാരികളിൽ നിന്ന് വളരെയധികം കഷ്ടതയും പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഇവർ ഈ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയത്. എന്നാൽ അവിടെ അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത് പോലെ ആ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് സഭകളെ ഉറപ്പിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പത്രോസ് ഇവിടെയും ചിതറിപ്പാർക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ആശ്വാസവും പ്രചോദനവുമായിട്ട് പത്രോസ് ഇവിടെ എഴുതുകയാണ്. അവരുടെ ഭീഷണത്തിങ്കൽ കലങ്ങരുത് എന്ന്. പിന്നെ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്? എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ യേശു ക്രിസ്തുവിനെ രാജാതി രാജാവായി കുടിയിരുത്തുക എന്നുള്ളത്. നാം പോകുന്നിടത്തൊക്കെയും ഈ കർത്താവിനെ വഹിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളായിരിക്കും. ഈ കർത്താവിനെ വഹിച്ചുകൊണ്ട് പോയ ഒരു കഴുതയെ കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്തു? ആ വഴിയിലെല്ലാം വൃക്ഷത്തിന്റെ കൊമ്പുകളും ഇലകളും ഒക്കെ വിതറി, അവിടെയൊക്കെ വസ്ത്രങ്ങൾ വിതറി, വളരെ ആദരവോടും ബഹുമാനത്തോടും ജയഘോഷത്തോടും കൂടെ സ്വീകരിക്കുകയാണ്. അതിലൂടെ ആ പാതയിലൂടെ നടന്നു പോയതാരാ? കർത്താവാണ്, കഴുതയാണ്, അല്ലേ? എന്തുകൊണ്ട് ഒരു കഴുതയ്ക്ക് ഈ വലിയ പദവി ലഭിച്ചു എന്ന് ചോദിച്ചാൽ കർത്താവിനെ വഹിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. നമ്മളും ഈ ലോകത്തിൽ ഏതുമില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഷ്ടതകളിൽ നിരാശപ്പെടുകയില്ല, ഭീഷണത്തിൽ ഭയപ്പെടുകയില്ല, കലങ്ങിപ്പോകുകയില്ല. കർത്താവിനോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം ഒരു സ്വർഗീയ പൗരന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിലനിൽക്കുവാനായിട്ടുള്ള പ്രബോധനമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് അങ്ങനെ ഈ കഷ്ടതയുടെ നടുവിൽ നാം ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലർ ചോദിക്കും, നിങ്ങളുടെ പ്രത്യാശ എന്താണ്? നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഈ കഷ്ടതയൊക്കെ സഹിച്ച് ഈ തിരുവചനവും വഹിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ലോകജനം ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും? നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവിന്റെ രാജ്യത്തിൽ തന്നോടുകൂടെ നാം ആയിരിക്കുക എന്നുള്ളതാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്, മരിച്ചാലും ജീവിച്ചിരുന്നാലും നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കും. പിന്നെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. ഈ ലോകത്തിൽ നമ്മൾ 10-100 വർഷം കഷ്ടതയിലൂടെ കടന്നുപോയാലും അന്തമില്ലാത്ത നാളുകൾ തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവിനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ആ കർത്താവിന്റെ രാജ്യത്തിൽ കർത്താവിനോട് ആയിരിക്കാൻ നമുക്ക് ഇടയായിത്തീരും. അവിടെ സന്തോഷ പരിപൂർണതയുണ്ട്. അവിടെ നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അവർ സന്തോഷവും ആനന്ദവും പ്രാപിക്കും. യെശയ്യാ പ്രവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എപ്പോഴും പറയുവാനായിട്ട് ഇടയായിത്തീരണം. കാണുന്നതല്ല, കാണാത്തതിനെ നോക്കി പാർക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്ന് 2 തീമോഥെയോസ് 3:12 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2 തീമോഥെയോസ് 3:12 നാം വായിക്കുന്നത്, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം, മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്കൊരു വളരെ സന്തോഷകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ സുഖസമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാകും എന്നല്ല ഇവിടെ പത്രോസ് പറയുന്നത്. പിന്നെയോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഉപദ്രവവും ഉണ്ടാകും എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള കഷ്ടതകൾ ഒടുവിൽ അത് പ്രയോജനകരമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. റോമാലേഖനം 8:28 ആ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഈ വാക്കുകൾ മത്തായിയുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 10, 11, 12. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കും. അപ്പോൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് മുമ്പേ കൊണ്ട് മാത്രമല്ല കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേകരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വിവരിക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കാനായിട്ട് ഇടയായിത്തീരും. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മുഖാന്തരം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തനായി പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്ന് വാഴുകയും ചെയ്യുന്ന, നമ്മെ നയിക്കുന്ന, നമുക്ക് പ്രത്യാശ തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറുവാനായിട്ട് ഈ കഷ്ടങ്ങൾ ഇടയാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കഷ്ടങ്ങളിൽ നമ്മുടെ പ്രത്യാശ കാണുമ്പോൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ടുള്ള അവസരവും സംജാതമാകും എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാതൃകയായി നമുക്ക് മുൻപേ പോയ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുവാനും കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് ഇടയായിത്തീരും. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. മാത്രമല്ല ആ കർത്താവ് പഴയ നിയമകാലത്തും ആത്മാവിൽ അന്നുണ്ടായിരുന്ന അഭക്തരായിട്ടുള്ള ആളുകളോടും ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കഷ്ടമനുഭവിച്ചു. അവൻ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. അത് നമുക്കൊരു മാതൃകയായിട്ട് നമുക്ക് മുൻപിൽ കർത്താവുണ്ട്. അവനെ നോക്കി മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈ അവസരം വീണ്ടും വായിക്കാം. പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോൾ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. നമുക്ക് അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ച് ഉള്ളത് കൊണ്ട് കർത്താവ് കഷ്ടം അനുഭവിച്ചു. അതിനാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഈ 6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഇതിൽ ചില പോയിന്റുകൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ദൈവമക്കൾ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കണം. ക്രിസ്തേശുവിലുള്ള ഭാവം തന്നെ നമ്മൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാകണം. പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാനായിട്ട് ഇടയാകണം. അതുപോലെ നമ്മുടെ സമയം പാഴാക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. അതുപോലെ ദുർനടപ്പുകാരോട് ചേർന്ന് നടക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ന്യായവിധി നാം ഓർക്കണം. അല്ലെങ്കിൽ അത് നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ടാണ് ഈ വാക്യങ്ങളിലൂടെ പത്രോസ് ശ്രമിക്കുന്നത്. ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. അപ്പോൾ നമ്മുടെ കടപ്പാടുകൾ നാം ഈ കഷ്ടതയിലൂടെ, പ്രതിസന്ധികളിലൂടെ, മറ്റുള്ളവരുടെ ദുഷിയും നിന്ദയും പരിഹാസവും ഒക്കെ അനുഭവിക്കുമ്പോഴും നാം ഏത് നിലയിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് മാതൃക ക്രിസ്തുവാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. തൻ്റെ അനുഗാമികളും ഈ ലോകത്തിൽ കഷ്ടതയിലൂടെയും പീഡനങ്ങളിലൂടെയും കടക്കേണ്ടി വരും. തകർന്നു പോകരുത്, കലങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത് എന്ന് നമ്മെ വിശുദ്ധ പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള കഷ്ടതയെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന കഷ്ടതയെക്കുറിച്ച് വിവരിക്കുന്നു. കഴിഞ്ഞ ആ വാക്യങ്ങളിൽ ഒരു സ്വർഗീയ പൗരൻ എന്ന നിലയിൽ നാം ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഇവിടെ ക്രിസ്ത്യാനി എന്ന നിലയിൽ കഷ്ടത അനുഭവിക്കുന്നതിനെ കുറിച്ച് ഈ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിയുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ദൃഢവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഇവിടെ ഈ വായിച്ച വേദഭാഗത്ത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കടപ്പാടുകൾ അവിടെ കാണുന്നു. ഒന്ന്, 7-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവർത്തനവും പ്രാർത്ഥനയും ഒരുപോലെ തുടരേണ്ടതാണ്. ചിലർ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവരായി തീർന്നു പോകുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രവർത്തനമില്ലാതെ പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കുന്നു. ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രാർത്ഥന പ്രവർത്തനം, പ്രാർത്ഥന പ്രവർത്തനം, ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ പ്രാർത്ഥന ഒഴിവാക്കരുത്. ഒരു ചോദ്യവും വിടാതെ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതെല്ലാം എഴുതണമെന്നാണോ? അല്ല. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും എഴുതാതെ വിടരുത് എന്ന് മാതാപിതാക്കൾ പറയുന്ന പോലെ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാതിരിക്കരുത് എന്നാണ്. അവിടെ ഒരു ഗ്യാപ്പ് വരുവാനായിട്ട് പാടില്ല. എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. 7-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ നാം കാണുന്നു അന്യോന്യം സ്നേഹിക്കണം. അന്യോന്യം സ്നേഹിക്കണം. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അതായത് നമ്മളോട് മറ്റുള്ളവർ സ്നേഹമായിട്ട് ഇടപെടുമ്പോൾ നമ്മളും അവരെ സ്നേഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിലും പ്രാർത്ഥനയ്ക്ക് വരുന്നു. എന്നാൽ അതിനൊരു വ്യതിയാനം സംഭവിക്കുമ്പോൾ നമ്മുടെ സ്നേഹം പോവുകയാണ്. എന്നാൽ ഇവിടെ പറയുകയാണ് ഉറ്റ സ്നേഹം.
അത് നിങ്ങളുടെ കൂട്ടു സഹോദരൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും അത് കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള ഒരു ആ പ്രചോദനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ സഹോദരന്മാർക്ക് തമ്മിൽ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിപ്പീൻ, കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിപ്പീൻ. കർത്താവ് മാതൃക വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെവീൻ എന്ന് കർത്താവ് മാതൃക വെച്ചിട്ടാണ് അങ്ങനെ ആ ഉപദേശം നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ സഹോദരനെ സ്നേഹിക്കുന്നെങ്കിൽ പാപങ്ങൾ എത്ര ഉണ്ടായാലും പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അതൊക്കെ അത് കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് തരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അതിഥി സൽക്കാരം നടത്തുക എന്നുള്ളതാണ്. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ എന്നാണ്. എന്നാൽ ചില ആളുകൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും, എന്നാൽ നമ്മുടെ മാർത്തയെ പോലെ മാർത്ത ഇറക്കില്ലേ, എന്താ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. എന്താ പറഞ്ഞു? കർത്താവേ, സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നില്ല എന്ന് പിറുപിറുക്കുകയാണ്. അവർ നല്ലൊരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷെ ചെയ്യാത്തവരിൽ അല്ലെങ്കിൽ സഹായിക്കാത്തവരിൽ പിറുപിറുക്കുന്ന ഒരവസ്ഥ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഒരു അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ അത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടാകരുത്, പിന്നെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാകരുത്, പിന്നെ പിറുപിറുപ്പ് കൂടാതെ അത് ചെയ്യുവാനായിട്ട് ഇടയാകണം എന്നാണ് നമുക്ക് വായിക്കുന്നത്. അതുപോലെ നമുക്ക് ദൈവം നമ്മുടെ സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അനവധി കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. കൃപാവരങ്ങൾ. അപ്പോൾ ആ കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക എന്നാണ് അടുത്ത 10-ാമത്തെ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ ആ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ എത്തിച്ചേരുന്നത് പോലെ, കാലയിലൊരു മുള്ളു കൊണ്ടാൽ കണ്ണ് അവിടെ എത്തിച്ചേരും, കൈ അവിടെ എത്തിച്ചേരും, അല്ലേ? ഓരോ അവയവങ്ങളും ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ ദൈവം കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർത്തിരിക്കുന്ന ഓരോ വ്യക്തിയെയും അന്യോന്യം ശുശ്രൂഷിപ്പാൻ, അവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അവരുടെ വേദനയിൽ ആശ്വാസമായി തീരുവാൻ ഓരോ വ്യക്തിക്കും കടപ്പാടുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 11-ാം വാക്യത്തിൽ ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇവിടെ കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൊരിന്ത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും നമുക്ക് കൃപാവരങ്ങളെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ താൽക്കാലിക കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോൾ 12 മുതലുള്ള അധ്യായങ്ങളിൽ പറയുമ്പോൾ, റോമാലേഖനത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന കൃപാവരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. റോമർ 12. എഫെസ്യർ 4-ാം അധ്യായത്തിൽ സഭയുടെ അടിസ്ഥാനവും അതിന്റെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള കൃപാവരങ്ങളെ, സ്ഥിരമായ കൃപാവരങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ പത്രോസ് എന്ത് ചെയ്യാണെന്നറിയാമോ? എല്ലാ കൃപാവരങ്ങളെയും കൂടെ ചേർത്ത് 2 കൊട്ടയിലാക്കി, അല്ലെങ്കിൽ 2 എണ്ണത്തിലാക്കി, അല്ലേ? പഴയ നിയമത്തിൽ ഒത്തിരിയും കൽപ്പനകളുണ്ട്. കർത്താവ് അതിനെ എല്ലാം കൂടെ ചേർത്ത് 2 കൽപ്പനയാക്കി. ഏതൊക്കെയാ? ഒന്ന്, ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാം. പിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. ഇതിൻ്റെ അകത്ത് എല്ലാ കൽപ്പനകളും
അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇവിടെ പത്രോസ് എല്ലാ കൽപ്പനകളെയും കൂടെ ചേർത്തിട്ട് രണ്ടാക്കി മാറ്റി. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് പ്രസംഗം, ഒന്ന് ശുശ്രൂഷ. അതായത് ശബ്ദം കൊണ്ട് ഉപദേശിക്കുക, പ്രസംഗിക്കുക, പ്രവചിക്കുക, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ശബ്ദം കൊണ്ട് വാഗൊണ്ട് ചെയ്യുന്ന ചില ശുശ്രൂഷകളുണ്ടല്ലോ, അതിനെയെല്ലാം കൂടെ ഇവിടെ പ്രസംഗം എന്നുള്ള ഒരു ലിസ്റ്റിലേക്ക് മാറ്റി. മറ്റൊന്ന് ശുശ്രൂഷ. അപ്പം കർത്താവും ഇങ്ങനെയാണ് ചെയ്തത്. എന്താ ചെയ്തതും പ്രസംഗിച്ചതും ഉപദേശിച്ചതും. കർത്താവ് പ്രവർത്തിച്ചു, ഉപദേശിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഉപദേശം മാത്രമുണ്ട്, പിന്നെ പ്രവൃത്തി ഇല്ലാതായി നമ്മുടെ ജീവിതത്തിൽ പോകുന്നു എന്നുള്ള വീഴ്ച നാം മനസ്സിലാക്കണം. നാം കർത്താവ് പറഞ്ഞത് അതിൻ്റെ ശരിയായ ആത്മാവിൽ, ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനായിട്ട് ഇവിടെ ഇടയാണ്. ഇവിടെ പത്രോസ് എല്ലാ കൃപാവരങ്ങളും കൂടെ ചേർത്ത് രണ്ടാക്കി. ഒന്ന് പ്രസംഗം, മറ്റൊന്ന് ശുശ്രൂഷ. അപ്പോൾ ഈ പ്രസംഗം, പ്രസംഗം, പ്രവചനം, ഇങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് സഭയിലെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും സുവിശേഷന്മാർക്കും എൽഡേഴ്സിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ശുശ്രൂഷകളെ കുറിച്ച് വായിക്കുമ്പോഴോ അത് സഭയിലുള്ള എല്ലാവർക്കും ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. പക്ഷേ ആ ശുശ്രൂഷ എല്ലാവരും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഏത് ചെറിയ ശുശ്രൂഷ ആയാലും, മേശയിൽ അതായത് ആഹാരം വിളമ്പുന്ന ശുശ്രൂഷ ആയാൽ പോലും ആത്മാവും ജ്ഞാനവുമുള്ള ആളുകളെ അതിനായിട്ട് അപ്പോയിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവാത്മാവിന്റെ പിൻബലത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകും. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം. അപ്പോൾ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട്, ദൈവത്തിന് പകരക്കാരനായി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നുള്ള ആ കാര്യം പറയാം. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ അത് ദൈവം നിങ്ങളോട് വന്ന് പറയേണ്ടതിന് പകരം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മാനുഷികമായിട്ടുള്ള വാക്കുകളല്ല, പിന്നെയോ അത് മാനുഷികമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് കർത്താവ് പറഞ്ഞതുകൊണ്ട് പറയുന്നതായിട്ട് തീരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാം ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് വായിക്കുമ്പോൾ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് തവണ്ണം ആകും. അതിനും ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഇനി ശുശ്രൂഷിച്ചാലും പ്രസംഗിച്ചാലും ഇതെല്ലാം കൊണ്ട് ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരണം. മഹത്വവും ബലവും എന്നേക്കും ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയാണ്. നമ്മുടെ മഹത്വമല്ല, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി 13 മുതൽ 12 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളിൽ കൂടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ.
അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തിന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. ഇവിടെ കഷ്ടതയിൽ ലഭ്യമാകുന്ന ആശ്വാസത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ അതിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്, കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവാൻ കഴിയും. പ്രതിസന്ധികളുടെ നടുവിൽ സന്തോഷിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും എന്നാണ് കർത്താവ് ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാനായിട്ട് കഴിയും. ഇവിടെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുകയും കർത്താവിൻ്റെ മഹത്വത്തിനായി നാം ഈ ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാനായിട്ട് കഴിയും. 14-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത് ഇത് ഭാഗ്യമാണ്. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ. അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇത് മൂലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കടപ്പാടുകളെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പത്രോസ്. പ്രതിസന്ധികളിൽ നാം എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കുക. അതാണ് നമ്മുടെ കടപ്പാട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഭയുടെ മൂപ്പൻ എന്നുള്ള നിലയിൽ അനുഭവിക്കേണ്ടുന്ന കഷ്ടതയെക്കുറിച്ചും മൂപ്പന്മാരെ കുറിച്ചും അവരുടെ വിചാരണയിലുള്ള ഇളയവരെ കുറിച്ച്, അതായത് ആട്ടിൻകൂട്ടത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത അധ്യായം വളരെ നിർണായകമായ ഒരു അറിഞ്ഞിരിക്കേണ്ടുന്ന അനേക പ്രബോധനങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.